Hi students, good evening. Good evening, sir. Good evening, sir. Good evening, sir. Would I take a silent prayer before the class? Okay, right. So, last class we concluded the discussion of chapter 2. Right. Polynomials we just completed. And today we are moving into our new chapter with the heading chapter 3. Textbook title chapter 3. Chapter 3. Everyone. Caker Baker the lady, what's the name? Where is the Afrin. Afrin. Afrin full name is Afrin Shaban. Okay. Look into your textbook, everyone. Write the heading of chapter 3. Chapter 3. Sir. Sir, polynomials in the exercise 2.4 എടുത്തില്ലല്ലോ. 2.4 അല്ല, അത് സ്റ്റാർ എടുക്കുന്ന എക്സസൈസ് അല്ലേ? നോക്കി എക്സസൈസിൽ 2.4 മോള് സ്റ്റാർ അല്ലേ നോക്കി. ഉണ്ട്. ആ സ്റ്റാർ എന്താണ് ഏറ്റവും താഴെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് നോക്കി എന്താണ്? What does the star mean? എക്സാമിനേഷൻ ഇല്ല. Examination ഉള്ള ടോപ്പിക് അല്ല. That's for your extra knowledge. Okay, sir. Okay, that's why I just okay. Dilkas എന്ന് പറഞ്ഞ പോലെ what's the name of the chapter 3? Sir. Mohammed Dilkas, what's the name of chapter 3? എവിടാ chapter 3 name എന്താ? നെയിം വിളിച്ചാൽ റെസ്പോൺസിന് നമുക്ക് ഇത്രയും ടൈം കളയാൻ പറ്റില്ല കേട്ടോ. ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ത് കേരളം നീ പറഞ്ഞ ചാപ്റ്റർ 3 നെയിം എന്താന്ന് ഞാൻ ചോദിച്ചത്. Amal MM, what's the name of chapter 3? Amal. Yes, Ayan Sujil. Ayan Varana. Hello. Sir, pair of linear equations in two variables. Pair of linear equation in two variables. That's a heading of the chapter. Pair of linear equation in two variables. Pair of linear equation in two variables. Actually, title ഉള്ള പല വാക്കുകളും നമുക്ക് ഫെമിലർ ആണ്, നമ്മൾ കേട്ടിട്ടുള്ളതും ഇതിനു മുന്നേ when we discussed about the polynomials ഈ പറഞ്ഞതിലുള്ള പല വാക്കുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. Okay, so before moving into what the chapter discuss about, first of all let us discuss or analyze what is the meaning of the heading. The chapter heading in the meaning and നമുക്ക് അത് അനലൈസ് ചെയ്യാം. Okay, I am dividing the chapter heading into three pieces. നമുക്ക് ചാപ്റ്റർ ഹെഡിങ് ഉണ്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾസ് അല്ലേ. I am dividing the heading into three pieces. Listen carefully. The first piece is this one, pair of. The second piece is linear equation, and the third piece is two variables. നമുക്ക് one by one ഓരോ പീസിന്റെ മീനിങ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് പറയാം പെയർ എന്ന് പറയുന്നത് മീൻ ആദ്യം what does this pair means? Separate. Pair PAIR pair. ഒരുമിച്ചുള്ള ടേമാണോ പെയർ? ഒരുമിച്ചുള്ളതല്ലോ പെയർ എന്ന് പറയാം. What do you mean by pair? അതിനാൻ ഫസ്റ്റ് ടൈം ആണല്ലേ നെക്സ്റ്റ് ക്ലാസ്സിൽ? Yes sir. Okay, അതിനെ what pair means? സാറേ ഒരു സാധനത്തിന്റെ തന്നെ വേറൊരു സാധനം, രണ്ട് പെയറാണ്. തന്നെ വേറൊരു സാധനം അല്ല, ഒരു ചെപ്പൽ എന്ന് പറയുമ്പോ ടു പെയർ, ഒരു പെയർ അല്ലേ? മീൻ ചെയ്തെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. വാട്ട് ഡസ് യു മീൻ എന്നുള്ള വളരെ പെർഫെക്റ്റ് കൃത്യമായിട്ട് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് പെയറും. അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാന്നുള്ളത് കൂടി. ഭീമ, വാട്ട്സ് എ പെയർ?
ടു ഒബ്ജക്റ്റ് അങ്ങനെയല്ലേ ഒരു ടു പെയർ മീൻസ് ടു ആണ്. തീർച്ചയായിട്ടും പെയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ടു എന്നാണ്. പെയർ മീൻസ് ടു അല്ലെ? നമ്മൾ പെയർ ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഗേൾസിനൊക്കെ പെട്ടെന്ന് പിടി കിട്ടും. പെയർ ഓഫ് ഇയർ റിംഗ്സ്, ശരിയല്ലേ? ഇയർ റിംഗ്സിന്റെ പെയർ. നമ്മൾ ഇയർ റിംഗ്സ് ഒരിക്കലും സിംഗിൾ പീസ് ഇടാറുണ്ടോ? ഒരു ചെവിയിൽ മാത്രം കമ്മലിലൂടെ നടക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇയർ റിംഗ്സ് നമ്മൾ പെയർ ആയിട്ടാണ് ഇടും അല്ലെ? ഇപ്പോ ബോയ്സ് എന്ന് വെച്ചാൽ പെയർ ഓഫ് ചപ്പൽ, പെയർ ഓഫ് ഷൂ. നമ്മൾ ഒരിക്കലും ഒറ്റക്കാലിൽ ചെരുപ്പിട്ട് ഒറ്റക്കാലിൽ ഷൂ നമ്മൾ നടക്കാറില്ല അല്ലെ? രണ്ട് കാലിൽ നമ്മൾ ഷൂവോ ചപ്പലോ ആയിട്ട് നമ്മൾ ഇടും. അതാണ് പെയർ എന്ന് പറയാം, രണ്ട് പേര്. അടുത്തത് നമ്മുടെ പോളിനോമിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ലീനിയർ ഇക്വേഷൻ എന്താന്നുള്ളേ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. മാത്യൂസേ, ലീനിയർ ഇക്വേഷൻ. ഒന്ന് പറഞ്ഞേ ലീനിയർ ഇക്വേഷൻ. ആമിന മന ലീനിയർ ഇക്വേഷൻ. നിഹാലെ, ലീനിയർ ഇക്വേഷൻ. സാറേ ഒരു ഇക്വേഷന്റെ ഇക്വേഷന്റെ ടു ടൈപ്സ് ഓഫ് കറക്റ്റ് ഡെഫിനിഷൻ. ലീനിയർ നമ്മുടെ പോളിനോമിയലാണ്, പോളിനോമിയലാണ്. വിട്ടുപോകുന്നു. ഒന്ന് മറിച്ചു നോക്കി. കെൻസ, ലീനിയർ ഇക്വേഷൻ. കെൻസ, degree 1. Linear equation means those equations having degree 1. നമ്മൾ ലീനിയർ പോളിനോമിയൽ ആണ് ശരിക്കും അവിടെ ഡിസ്കസ് ചെയ്തത്. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ എക്സെട്ര അല്ലെ? The word linear indicates degree is 1 അല്ലെങ്കിൽ power is 1. Degree 1 എന്ന് പറയുന്നത് മറ്റൊരു മീനിങ് power 1 ആണ്. Power 1. Both are same. Degree 1 എന്ന് പറഞ്ഞാലും power 1 എന്ന് പറഞ്ഞാലും ഒരേ മീനിങ്. മൂന്നാമത്തെ വാക്കാണ് two variables അല്ലെ? Two variables. എന്താണ് മുഹമ്മദ് അമീൻ two variables means? സാർ രണ്ട് വേരിയബിൾ. തീർച്ചയായിട്ടും two variable എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ അല്ലെ? നമ്മൾ ഏതൊക്കെ വേരിയബിൾ ചൂസ് ചെയ്യാറില്ല അമീനെ? സാർ എക്സ് വൈ. എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ തന്നെ പറഞ്ഞാൽ യാതൊരു നിർബന്ധമല്ല. ബിക്കോസ് നമ്മൾ വേരിയബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോ ഇൻ പോളിനോമിയൽ വി സെഡ് വാട്ട് എ വേരിയബിൾ മീൻസ് അല്ലെ? അസ്ന ഫാത്തിമ, നമ്മൾ വേരിയബിൾ എന്താ പറഞ്ഞേ? വേരിയബിൾ മീൻസ് കൺസിസ്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് അല്ല വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് സാധാരണ ഏത് ആൽഫബറ്റ്സ് നമ്മൾ വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യാം? എക്സും വൈക്ക്. എക്സ് വൈ എടുക്കാൻ നിർബന്ധമുണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എടുക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ് A to Z ആരെ വേണേലും വേരിയബിൾ ആയിട്ട് എടുക്കാം. ഔട്ട് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് A to Z you can choose any one as a variable. You can choose a variable as A, you can choose it as B, as C, as D, whatever it may be, doesn't matter. Any variable can be considered. But two variables എന്ന് പറയുമ്പോൾ either it will be X and Y, it will be P and Q, it will be S and T, whatever it may be, any two alphabets. അപ്പോൾ നിങ്ങൾ all together നോക്കി what does a heading means എന്നല്ലേ? Our heading, as I said, it has two parts. Pair, linear equation, two variables. Okay. നമ്മൾ ഈ പറഞ്ഞതിന് മൊത്തം ഈ മൂന്ന് ഫ്രേസ് കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ എന്താണ് ടോട്ടൽ മീനിങ് കിട്ടുക? അർത്ഥമെന്ന് പറയാമോ? What will be the total meaning when we combine all together? Pair of linear equation in two variables. ഡിഗ്രി 1 ആയിട്ടുള്ള വേരിയബിൾസിന്റെ പെയർ. രണ്ട് വേരിയബിൾസിന്റെ പെയർ. ഒന്നോടെ ഒന്ന് ഫർണിഷ് ചെയ്യണല്ലോ. എന്തായിരിക്കും സന ഫാത്തിമ? ഡിഗ്രി 1 ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ്. ഡിഗ്രി 1 ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ് അത്രേ ഉള്ളൂ. ഒന്നോടെ നമുക്കതൊന്ന് പോളിഷ് ചെയ്യാനുണ്ട്. അമീന ഷുരൻ, എന്തായിരിക്കും ഈ ഹെഡിങ്ങിന്റെ ഒരു മീനിങ്? ഡിഗ്രി 1 ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ്. അവിടെ നമ്മുടെ ടോട്ടൽ മീനിങ് ഓഫ് ദ ഹെഡിങ് റഹാൻ ഒന്ന് പറയാം. ബാക്കിയുള്ളവർ മിണ്ടരുത്. ഞാൻ പേര് വിളിക്കും. അതിനാൽ യൂസ്ഡ് ആവട്ടോ. അതിനാൽ നെയിം വിളിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഐ വിൽ കോൾ ദം. റഹാൻ പറയും.
സാർ ഡിഗ്രി വന്നിട്ടുള്ള രണ്ട് വേരിയബിൾസ് ആണ് ഡിഗ്രി 1 ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ് ആണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണോ? നോക്കാം. റോവൽ, what's the total meaning of that phrase? 2 ഡിഗ്രി 1 റോവൽ കംപ്ലീറ്റ് ആയില്ല. റോവൽ റഹ്മാൻ. സർ ഡിഗ്രി 1 ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ് ഉള്ള രണ്ട് ഇക്വേഷൻ. There is two equations will be there. Both will contain two variables and the degree will be 1. ഇതാണ് അതിന്റെ ടോട്ടൽ മീനിങ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണക്ട് ചെയ്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. That confusion will be cleared when we discuss the next exam. Okay, and the example പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്ലിയർ ആവും. Okay, so here just below ചെറിയ സ്പേസ് നിങ്ങൾ ഈ ഓരോ പേജിന്റെ മീനിങ് മാത്രം നോട്ട് ചെയ്തേ. എന്താണ് പെയർ, എന്താണ് ലീനിയർ ഇക്വേഷൻ, എന്താണ് ടു വേരിയബിൾ. യെസ് മാത്യൂസേ, വോയിസ് ബ്രേക്ക് ആവുന്നതാ മാത്യൂസ്. സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന് ഓഫീസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് എക്സിറ്റ് റീജോയിൻ ചെയ്ത് നോക്കി. ബോർഡ് ഈസ് ക്ലിയർ. ഗസൽ എവിടെയാ? ഗസൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? നിർമ്മല. ഓക്കെ, ഗസലിന്റെ വീട് എവിടെയാ? പോലീസ് കോളേജിലാണ്. ഓക്കെ, ക്ലിയർ എവരിവൺ? മീനിങ് നോട്ട് ചെയ്തോ? 3 വേർഡ്സിന്റെ പെയർ, ലീനിയർ ഇക്വേഷൻ, ടു വേരിയബിൾസ്. Shall I continue? Okay, listen. എന്താണ് നമ്മൾ ഈ പറഞ്ഞ 3 വേർഡ്സിനെ ടുഗദർ നമ്മൾ ഒരു ഫ്രേസ് ആയിട്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ എന്ന് പറയുന്നത് ടോട്ടൽ മീനിങ് എന്താണ്? ഏകദേശം നമ്മൾ ഡിസ്കഷനിൽ കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഫർദർ ഐഡിയ വിൽ ബി ക്ലിയർഡ് വൺസ് വി ഡിസ്കസ് നെക്സ്റ്റ് എക്സാം. ഓക്കെ, below you write just as a heading activity 1. ഒരു സിമ്പിൾ ഒരു പസിൽ ആട്ടോ activity 1. pen and pencil. Activity 1, pen and pencil. Activity 1, pen and pencil. Activity 1, pen and pencil. Okay, listen. Simple activity ആണ്. എൻ്റെ ആക്ടിവിറ്റിയുടെ എയിം ഇട്ടുള്ളൂ കേട്ടോ. You and your brother, suppose you and your brother go to a shop. നമ്മുടെ സ്കൂൾ റീഓപ്പണിംഗ് ഒക്കെ ആവാണല്ലോ. അപ്പൊ റീഓപ്പണിംഗ് ഒക്കെ ആവുമ്പോൾ ഒരാവശ്യം ഇല്ലെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മളുടെ കയ്യിൽ ലാസ്റ്റ് ഇയറിലെ പെൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു പെൻസിൽ വാങ്ങും അല്ലേ? ഈവൻ നമുക്ക് പേന ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ പേന വാങ്ങും. അങ്ങനെയാണല്ലോ. പുതിയൊരു വർഷമാകുമ്പോൾ നാച്ചുറലി നമ്മൾ ചില സാധനങ്ങളൊക്കെ ഒരു കാര്യമാണ് പുതിയത് വാങ്ങും. ആവശ്യമായിട്ടല്ല, ഓൾറെഡി നമ്മുടെ യൂസ്ഡ് ഐറ്റംസ് ഉണ്ടാവും. എങ്കിൽ പോലും ഒരു പുതുമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഐറ്റംസ് പർച്ചേസ് ചെയ്യും. ലൈക്ക് ദാറ്റ്, at the time of reopening, you and your brother went to a shop. Okay, and you are purchasing pen and pencil. Appo ningal a particular number of pen and pencil purchase cheyana. Your brother is also purchasing certain number of pen and pencil. Number what you should do is, according to the number of pen and pencil, there will be a total cost. Seriyalla, നമ്മളൊരു 3 pen and 2 pencil purchase ചെയ്യുന്നു. അതിനൊരു ഇത്ര എമൗണ്ട് ആയിരിക്കും അതിന് മുന്നേ. Suppose you're purchasing 2 pen and 1 pencil, അതിന് ഇത്ര എമൗണ്ട് ആയിരിക്കും വരിക. Am I right? So I will give you the total number of pen and pencil and the total amount. You should find out the price of each pen and each pencil. വളരെ സിമ്പിൾ. ഓക്കെ, പറയാം. ഇത്രേ ഉള്ളൂ. You are going to a shop with your brother. You and your brother purchase certain number of pen and pencil. The total cost of pen and pencil will be given. You should find out the cost of pen and cost of pencil. Clear? അതിന് വലിയ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഒന്നും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നോ നീഡ് ഓഫ് ദാറ്റ്. ഈ ചാപ്റ്റർ ക്ലാസ് എടുത്തോണ്ട് ഞാൻ ചെയ്തേ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. Any word?
വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, വീഡിയോയിൽ. അഫ്രിൻ എവിടെ പഠിക്കുന്നത്? അഫ്രിൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ. ഗ്രീൻ വാലി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആരൊക്കെ എനിക്ക് പിടികിട്ടി? അവർ വാ തുറക്കേണ്ടതില്ല, കാരണം ഒരു വാ തുറന്നാൽ നമ്മളുടെ പസിലും നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ പൊളിഞ്ഞു പോകും. So you just try to find the answer. Okay, right. So here we move for the activity. You went to a shop with your brother. നമുക്ക് ആൻസറിലൊക്കെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ വന്ന് നോട്ട് ചെയ്താൽ മതി. You purchased a pen and a pencil. One pen and one pencil. You purchased one pen and one pencil. Okay. The price of one pen and one pencil was 30 rupees. Rupees 30. Your brother, younger one, he purchased two pen and two pencil. Sir, rate total rupees 30. Total rupees 30. Younger ആവുമ്പോൾ നാച്ചുറലി അവർക്ക് വാശി കൂടുതലായിരിക്കും അല്ലേ? ആ ഇക്കാക്ക് ഒരു പേനയും പെൻസിലും വാങ്ങിച്ചു, രണ്ടെണ്ണം വാങ്ങിച്ചു, രണ്ട് പെന്നും രണ്ട് പെൻസിലും വാങ്ങിച്ചു. For two pen and two pencil, the total cost was 60 rupees. 60 rupees. We should find out the price of one pen and the price of one pencil. Sir, younger brother? Answer parayanda. Younger brother purchased two pen and two pencil. The total cost was 60 rupees. Don't say the answer, just find out. Answer mendaradu, just find out the answer. I will ask. Maximum you have 2 minutes to find the answer. Maximum. The price of one pen and the price of one pencil. One more minute. You will have one more minute to find the answer. That is against. Okay, that will be enough. I hope the time is enough. Simple only. Joshua, the price of pen and pencil. Joshua. Pida. Sir. ഒരു പെന്നിന് 20 rupees. Pen 20 rupees. Pencil? Pencil 10. 10 rupees. Pen 20 rupees, pencil 10 rupees. Okay, no problems. Is there any other option, Samrin? Have you got any other answer, Samrin? Sir, pen and pencil 15 rupees each. Both 15 rupees each. 15. That's also okay. 15 is also okay. Any other option, Muhammad Hizam? Other option? Have you got the same answer? Sir, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു മിനിറ്റ് ഇപ്പൊ ചോദിക്കില്ല ഞാൻ പറയാം. ഷോക്കത്തില്ല ടൈം. മുഹമ്മദ് ഹിസാം വോയിസ് കേൾക്കുന്നില്ലോടാ. അഹമ്മദ് സാക്കി
Yes, sir. Have you got any other answer? Sir, ഇനി ഏത് ആൻസറും പറ്റൂലേ മറ്റേ പറഞ്ഞോ. അഡീഷൻ വെച്ച് പറഞ്ഞോ. സാർ 21 plus 9 21 and 9. Okay. 21 and 9. I accept. 21 and 9 I accept. Any other answer, Mohammed Nazir? Sir, no, sir. 20 and 10. 20 and 10 you choose. Okay. Nihal Zahir. Yes, sir. 29 rupees for pen and 1 rupees for pens. 29 rupees for the pen and 1 rupees for the pencil. Fine. Any other answer, Aislinn? Sir, എനിക്ക് 15 ആയിരുന്നു കിട്ടിയത്. 15 for both of them. Yes, sir. Okay. So, ബാക്കിയുള്ള ചാൻസ് തരാം കേട്ടോ. മുഹമ്മദ് ഷൗക്കത്തിന് എന്താ പറഞ്ഞു ഡൗട്ട് പറഞ്ഞേ? സാർ ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ച് ഞാൻ ഇക്വേഷൻ വെച്ച് എഴുതി. അത് നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയല്ലോ, മെത്തേഡ് എനിക്ക് പ്രശ്നമില്ല. ഐ ജസ്റ്റ് നീഡ് ദ വാല്യൂ. അല്ല സാർ, ഞാൻ 2x = 30 അങ്ങനെ വേരിയബിൾ കണ്ടുപിടിച്ചു. ഓക്കെ. എന്റെ ചോദ്യത്തിനേ ഉള്ളൂ, പെന്നിന് എത്രയാണ് പ്രൈസ്, പെൻസിലിന് എത്രയാണ് പ്രൈസ്. എനിക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ്ലി ദ പ്രൈസ് ഓഫ് പെൻ ആൻഡ് പ്രൈസ് ഓഫ് പെൻസിൽ. പ്രൈസ് ഓഫ് പെൻ, പ്രൈസ് ആണ് എനിക്ക് വേണ്ടത്. I need the price of pen and the price of pencil. Okay. In actually, when you try other numbers also, നിങ്ങൾക്ക് satisfy ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. 25 rupees for pen, 5 rupees for pencil is okay. 26 rupees for pen, 4 rupees for pencil is also okay. 27 rupees for pen, 3 rupees for pencil is also okay. So ഇവിടെ നമുക്കൊരു സിംഗിൾ യൂണീക്ക് ആൻസർ ആണോ കിട്ടുന്നത്? ആണോ? Are you getting a single price for the pen and pencil? No. Many cases are there which satisfies the given condition. Am I right, everyone? Okay, so let it be there. The case 1 on the order at all. Let it be our case 1. Let it be our case 1. Now our case 2. Case 2. Since you are in a higher class, you purchased 2 pen and 1 pencil. Okay, നമുക്ക് കൂടുതൽ പെന്നാണ് ആവശ്യം വരും. You purchased 2 pen and 1 pencil, and the total cost was ₹50. While your brother, he is in a lower class, he needs only 1 pen, but he needs 2 pencils. The price was ₹40. Then what will be the price of pen and pencil? What will be the price of the pen and the pencil? Here also you will get 2 minutes maximum to find the answer. Try it fast. As I said, ഇവിടെ വലിയ mathematical concept ഒന്നും ചിന്തിക്കേണ്ടതില്ല കേട്ടോ. No need of that. A simple guessing ൽ നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. 1 more minute. By simple guessing, I hope you will get the answer. Thirty seconds. Okay, right, let me ask. So, in this case, Amina Shurin. Yes, Amina. Sir, എനിക്ക് കിട്ടിയില്ല.
കിട്ടിയില്ല, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചിട്ട് പിന്നെ കിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം. അൽഷ? Sir, 20 for pen and 10 for pencil. 20 for pen and 10 for pencil. Let us check. Then Alsabich? Sir, same answer. Same answer. Mohammad Basim? Sir, 20 for pen. 20 and 10. Okay, 20 and 10. Adil Salich? സാർ കിട്ടിയില്ല സാർ. കിട്ടിയില്ല. Bima? സെയിം ആൻസർ, ആ 20 10 തന്നെയായിരുന്നു. Same answer തന്നെ. Anyone got any other answer? Ahmed Zaki, you got other answer? Different one? സാറേ മറ്റേ 10 അല്ല ഒന്നുമില്ല സാർ, തിരിച്ചിടാൻ പറ്റുമോ നോക്കിയതാ. ഇല്ല ഇല്ല, പറ്റില്ല. Any others got any other answer other than this one? Any others? ധൈര്യമായിട്ട് പറഞ്ഞോ, നിങ്ങൾ ധൈര്യമായിട്ട് ഓപ്പൺ യുവർ മൗത്ത്, നോ പ്രോബ്സ്. Anyone? ഇല്ല. ഓക്കെ. മേ ബി കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ, 20 എണ്ണം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, കിട്ടാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് രഞ്ജി. കിട്ടാത്തവര് ധൈര്യമായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത്, ഒരു കുഴപ്പമില്ല. വീഡിയോയില് ഡോണ്ട് ടച്ച് ദ സ്ക്രീൻ. ഓക്കെ. ഇതുപോലെ ഒന്നുമില്ല, ജസ്റ്റ് ഗെസ്സിങ് ആട്ടോ, നത്തിങ് മോർ നത്തിങ് ലെസ്, ജസ്റ്റ് ഗെസ്സിങ്. ഇവിടെ വലിയ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. പ്രൈസ് ഓഫ് 1 pen and 2 pencil, this one, 2 pen and 1 pencil like this. അപ്പോൾ എങ്ങനെ വില വന്നാൽ നമുക്ക് ഓക്കെ ആക്കാം. ഇപ്പൊ ഗെസ്സിങ് ആണ്. There's an exact mathematical method to find the answer that we will discuss later. ഇപ്പൊ നമ്മൾ ചുമ്മാ ഗെസ്സിങ് മാത്രമേ നടത്തുന്നു. ഓക്കെ, റൈറ്റ്. So we are moving in our case 3. This is our case 2. We are moving into case 3. In case 3, you purchased 1 pen and 1 pencil, and the cost was 30 rupees, while your brother purchased 2 pen and 2 pencil. The price was 50 rupees. Just check the possible value for pen and that for pencil. The possible value for pen and the possible value for pencil. സാർ, Yes. ഈ യങ്ങർ ബ്രദറിനും എൽഡറിനും ഇതിന്റെ രണ്ടും കണ്ടീഷനോട് നോക്കിയിട്ട് തീർച്ചയായിട്ടും വേണം. രണ്ടുപേരും both of them purchased same type of pen, both of them purchased same type of pencil. ഒരാൾ കൂടിയ പേനയും കുറഞ്ഞ പേനയാണോ അങ്ങനെയൊന്നുമില്ല. both purchase same pen. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മീഡിയവും ആ പ്രശ്നമില്ല. ഇൻഡിവിജ്വൽ മീഡിയവും ഒരേ ടൈപ്പ് പേന വാങ്ങിച്ചില്ലെങ്കിൽ ഒരേ ടൈപ്പ് പെൻസിൽ വാങ്ങിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് both purchase same type. 1 more minute. Thirty seconds. എല്ലാവരും ശ്രമിക്കണ്ടോ? Everyone should try. നമ്മൾ ട്രൈ നോക്കുന്ന ഓരോ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ട്രൈ. നല്ലത് ഒരു മെത്തഡ് ഇല്ല അവിടെ. We are just trying the possible values, that's all. Okay, right. So ഒന്ന് പറഞ്ഞ കേക്കട്ടെ. What's the answer obtained? Amina. Sir, 10 and 20.
Sorry, 20 and 5. 20 and 5. 20 and 5 ആണോ പറഞ്ഞേ അമിന? Yes, sir. 20 and 5 വരുമ്പോഴേ 1 pen and 1 pencil കോസ്റ്റ് 20 plus 5 25 അല്ലേ വരുള്ളൂ. ഇത് 30 rupees ആയില്ലേ? Oh, sorry, sir. Second case കൂടുതൽ നോക്കി. കുഴപ്പമില്ല ട്രയൽ ആൻഡ് എറർ മാത്രം, നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഓൺലി ട്രയൽ ആൻഡ് എറർ, ഓൺലി ഗെസ്സിങ്. വേറെ അതിനാൽ സാർ എനിക്ക് 10 and 15 കിട്ടി. 10 and 15, 10 rupees for pen, 15 rupees for pencil ആണോ? ആ അല്ല, പെന്നിന് 15ഉം പെൻസിലിന് 10. പെന്നിന് 15, ഓക്കെ. പെൻസിലിന് 10. അപ്പോഴും 15, ഒരു പെൻ ഒരു പെൻസിൽ വാങ്ങുമ്പോൾ 25 rupees അല്ലേ വരാൻ പാടുള്ളൂ. ഇത് 30 rupees വന്നിട്ടില്ലേ ഫസ്റ്റ് കേസിൽ? സോറി സാർ. അല്ലേ? ഒരു മഞ്ചോടെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ? 5 rupees അവിടെ കോമ്പൻസേറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല, പെന്നും പെൻസിലും മാത്രമേ. അസ്ന ഫാത്തിമ, എനി ഓപ്ഷൻ? അസ്ന ഫാത്തിമ TA. 15 10 കിട്ടി, അത് പറ്റില്ലല്ലോ. പറ്റില്ല. അൽസാബിത്ത് കിട്ടിയില്ല സാർ. കിട്ടിയില്ല. Then Rehan. സാർ ഒന്നും ചെയ്തിട്ട് കാണില്ല. ഒരു രീതിക്ക് ഒക്കെ ഉള്ള അല്ലെ? എവിടെയോ കണക്കൂട്ടിൽ എവിടെയോ തെറ്റിയിട്ടുണ്ട്. കടക്കാരൻ പൈസ കൂട്ടിയത് എവിടെയോ പ്രശ്നമുണ്ട്, എവിടെയോ ഒരു 3 പൈസ പറഞ്ഞിട്ടുണ്ട്. അമീൻ പറ. ഡിസ്കൗണ്ട് തൽക്കാലം ഒന്നും കൊടുക്കണ്ട, നോക്കട്ടെ. 2 ബൈ വീക്കിൽ ഞാൻ പറയാം ഡിസ്കൗണ്ട് ഉണ്ടോന്നുള്ളത്. ഇത് 2 ബൈ വീക്കിൽ കഴിയുമ്പോൾ പലർക്കും ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട വരും. ഞാൻ പോണ പോക്ക് കണ്ടിട്ട് അതൊക്കെ ബൈ വീക്കിൽ കഴിയുമ്പോൾ പറയാം. തൽക്കാലം നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആൻഡ് ഗാദറിൻ ഇല്ല. നാസി കിട്ടിയില്ല. ഹിസാം, നേരത്തെ ഹിസാമിന്റെ വോയിസ് എനിക്ക് കിട്ടിയില്ല. ഹിസാം, there's some issue with your mic. Unmute ആവുന്നുണ്ട്, but I can't hear voice. വേറെ മനുഷ്യങ്കർ, എനി ഓപ്ഷൻ? സാർ ആദ്യം കിട്ടണ ഓപ്ഷൻ രണ്ടാമത്തേല് കിട്ടില്ല. ഒരേ പ്രശ്നം. അതേ പറയാം, കണക്കൂട്ടിൽ എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ചേട്ടനെ പറ്റിച്ചു, അല്ലെങ്കിൽ അനിയനെ പറ്റിച്ചു. ആരെയോ കടക്കാരൻ പറ്റിച്ചിട്ടുണ്ട്. കാരണം കണക്കൂട്ടിൽ നമ്മൾ ഒക്കുന്നില്ല. Anyone got the answer which satisfies both the case? ഇല്ല. ഓക്കെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ കേട്ടോ. തൽക്കാലം കേസ് അവിടെ നിൽക്കട്ടെ. പോയിന്റ് ഇട്ട് പറയാമോ? പോയിന്റ് ഇട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അല്ല പറഞ്ഞു, അല്ല അത് ചോദിച്ചത് അങ്ങനെ പറ്റുമോ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, just try. No problem. Just try it yourself. One second. I'm sorry. So നമുക്ക് 3 cases. We discussed about 3 different cases. In case 1, there was a number of pen and pencil. Case 2 and case 3 also. In the first case, we obtained many options, many answers. Am I right? When we move to the second one, the answer get restricted to a unique one or a single one. Correct? Like, well, the third case, till now, no options are there. Iduvare namukku option onnum kittilla. Am I right? Now we are moving into a little more detail and we are connecting the puzzle to our chapter. You listen. Suppose I am considering, listen carefully, the price of the pen as X rupees. Price of 1 pen, price of 1 pen I am taking as X rupees. And the price of pencil I am taking as Y rupees. For 1 pen and 1 pencil, I am taking the respective amount as X and Y. Is it okay, everyone? Okay. Sure. Now, listen carefully. If the price of pen and pencil are X and Y respectively, according to our case 1, so this is in case 1, first of all, we have 1 pen and 1 pencil. So separate case 1. In case 1, we have 1 pen and 1 pencil. First case. Are 1 pen and 1 pencil? Total cost is what, Nasi? Total cost? Sir, 30. Total cost is 30 rupees. Using X and Y, how we can represent it? Sir, X plus Y equal to 30. Absolutely.
because there we have only one pen and one pencil. So price of pen is X, price of pencil is Y, equal to rupees 30. And second one, 2 pen and 2 pencil cost 60 rupees. Right? 2 pen and 2 pencil. How we can write it? 2 pen and 2 pencil, Bima? 2x plus 2y is equal to 60. Absolutely, 2x plus 2y is equal to 60. Clear or no, everyone? Okay. Now I am moving into the second one. Case 2. Just try to write in case 2 how we can write the equation. Just try. In case 2, how we can write the two equations by using X and Y. Also in case 3, how we can write the two equations. Try yourself, everyone. Everyone write yourself. 2 minutes maximum madi keto. More than enough for 2 minutes. സാർ Ah. ഞാൻ ആദ്യം ചോദിച്ചത് ഇതുപോലെ എക്സും വൈ ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് അല്ല ഫസ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് ജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ. അപ്പൊ അതാണ് ഞാൻ പിന്നെ എടുത്തു ചോദിച്ചത്. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് പെൻ ആൻഡ് പെൻസിലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടാർഗറ്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അല്ല നമുക്ക് തന്നിട്ടില്ലല്ലോ. ഏതാ നമുക്ക് വാല്യൂ തന്നിട്ടില്ലല്ലോ. അല്ല അതാണ് ഞാൻ പറയാം. ബൈ ഗെസ്സിംഗില് ജസ്റ്റ് എന്ത് ചെയ്യുക, പെൻ ആൻഡ് പെൻസിലിന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുക, പ്രൈസ് കണ്ടുപിടിക്കുക. ഇതൊന്ന് ആദ്യം ചെയ്തു. One more minute to write the equations. One more minute. എല്ലാ കേസിന്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം കേട്ടോ. Okay, right. What about the case 2 on the Varney Matthews? Case 2. Yes, sir. X 2x y equal to 50. 2x plus y equal to 50. X 2 rupees 40. X plus 2y equal to 40. X plus 2y equal to 40. Case 3, Ayan. Case 3. Sir, 1 x plus y. 2x plus y. X plus y equal to what? X plus y equal to? X plus y equal to 30. Equal to 30. And second equation? 2x plus y. 2x plus y. 2x plus 2y. 2x plus 2y equal to 50. Clear or no, everyone? Everyone? Is this the equations obtained? Okay. If so, now let us connect these to our heading. Okay. In our heading, we said the first name pair. Am I right? Pair. Pair means what? Pair means? Sir, രണ്ട് സാധനങ്ങൾ. Pair means two. Another meaning നമ്മൾ ഒരേ സമയം രണ്ട് പണി ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ആദ്യം വായിലുള്ള കൂടെ ഇറക്കും. വേഗം ഇറക്കും വായിലുള്ള. ഇറക്കിയോ? പെട്ടെന്ന് ഇറക്കി. ഇനി ഒന്ന് പറയാം കൃത്യമായിട്ട്. എന്താ പെയർ? Pair means two. Pair means two. Okay. അപ്പൊ ഇവിടെ when you look into each case, whether it is case 1 or case 2 or case 3, there are two equations. Let's okay. In every case, we have two equations. Am I right? Everyone? First case, we have two equations. These two are the two equations. Second case also, we have two equations. Third case also, we have two equations. Am I right? So this is what the word pair means. Pair means there will be two. Now, linear equation. Linear means we said already degree or power will be 1. When you look into each equation, you can see that the power of x and the power of y are 1.
Normal polynomials, already we have seen equations with the power 2, x square plus 8x plus 12, or power 4, 2x raised to 4 minus 3x cube plus 8x square, like that. We already seen equations like this. Am I right? Now, when we look into the two or the set of equations that we already written, all those equations contain power of the variable as 1. Am I right? That's why they are called linear. So, pair means 2. All the equations contain, all the cases contain 2 equations. Linear means degree 1. In all the equations, the power of the variable is 1. Also, in every equation you can see, variables Azimias. What are the variables we used? X and Y. X and Y. Every case. No, in every case we have 2 variables, X and Y. In all the equations we have written, we have 2 variables, X and Y. Shirelai. That is what the total chapter heading means. Here we will have 2 equations. The 2 equations will be written by using 2 variables. Also, the power of variables will be. This is our chapter heading. All together meaning. Pair of linear equation 2 variables means there will be 2 equations. Both the equations will be written in 2 variables. Also, the power of the variables will be. Variables as I said, for x and y, sometimes the equation will be like this. 2p plus 3q equal to 8. 3p minus 4q is equal to 7. It's a pair of linear equation 2 variable. There are 2 equations. Both the equations have degree 1 or power 1. Both are written in by using 2 variables also. Clear, everyone? Now, note down what the total chapter heading means. This is note it. Ask if there is any doubt. Generalized case that we will write. Sir, Yes. sentence, sir. Sorry? This chapter sentence, sir. Sentence sentence pair of linear equation 2 variables. There will be 2 equations. Both will contain 2 variables. And the variables will have degree 1 or power 1. അങ്ങനെയൊന്നും എഴുതിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. Ask if there is any doubt regarding the words we used. Pair, linear equation, 2 variables. Okay, shall I? Okay, now listen. So here, in the cases on the different cases, we got 2 equations. Both the equations contain 2 variables, and the power of the variable is 1. Okay, like. Now, we are going to introduce the standard form of linear equation. Standard form. Subheading you right. Standard form. Standard form of pair of linear equation 2 variables. Standard form of pair of linear equation in 2 variables. Standard form of pair of linear equation in 2 variables. Listen, when we look into the different expressions we have written so far, ഇവിടെല്ലാം
Common ആയിട്ട് ശ്രദ്ധിച്ചു കേട്ടോളണം. In all the cases there is one thing common. എല്ലാവരും നമുക്ക് കോമൺ ആയിട്ട് ചില ആൾക്കാരെ കാണാൻ പറ്റും. കേസ് 1 ആവട്ടെ, കേസ് 2 ആവട്ടെ, കേസ് 3 ആവട്ടെ. When we look into it, there is something common. അല്ലേ? Amina children, what is that common? Sir. What is common in all the cases? Just നോക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ എല്ലായിടത്തും കോമൺ ആയിട്ട് വന്നേക്കുന്നത് ആരാണുള്ളത്? In all the cases. Variables. Who are the variables? X and Y. X and Y, തീർച്ചയായിട്ടും. All the cases contain X and Y. ശ്രദ്ധിച്ചു കേട്ടോളണ്ടോ? So I am writing X and Y. തൽക്കാലം X ഉം Y മാത്രം എഴുതരുത്. അപ്പോൾ നിങ്ങൾ എഴുതരുത്. Just listen. Now, when we discussed about polynomials, ഈ വന്നിരിക്കുന്ന ആൾക്കാരില്ലേ, Itro, E2, ഈ കാണുന്ന 2, ഇവർക്കൊക്കെ നമ്മൾ പോളിനോമിയൽ ഒരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ആ വേരിയബിളിന്റെ മുമ്പിൽ വരുന്ന നമ്പർ. We already studied a name for that. You remember, Samrin? What's the name? We call them? Sir, coefficient. Absolutely, coefficients. Very good. We call them coefficients. Right? Coefficient of x square, coefficient of x. And am I right, everyone? Okay. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാ പോളിനോമിയലിൽ പഠിച്ചത്? മനു ഒന്ന് പറഞ്ഞേ. Sir, we ax square plus bx plus c. We taken it as ax square plus bx plus c. ഇങ്ങനെ നമ്മൾ എടുത്തത് അല്ലേ? അവിടെ നമ്മൾ a b c എടുക്കാൻ കാരണം there we had only one equation. Am I right? But here we have two equations. ശരിയല്ലേ? So, here we will take it as coefficient of x in one equation as a1 and coefficient of x in second equation as a2. Now, coefficient of y in first equation as b1, that of second equation as b2. Equal to, equal to c1, here the constant equal to c2. ഇതിനെ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0. ഈ രണ്ട് രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ബോത്ത് ആർ റൈറ്റ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷനും കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ കൂടുതലും ഈ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യും. ഓക്കെ, ഇതില് നിങ്ങൾക്ക് സ്വാഭാവികമായി നാച്ചുറലി വരാൻ ഡൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതിക്കോ, എന്താ ഡൗട്ട് ചോദിക്കാൻ നോക്കണം. എന്റെ ആണ്. Sir. You first note down. Just note down after that I will play. Standard form of linear equation. a1x plus b1y equals c1, a2x plus b2y equals c2, or a1x plus b1y plus c1 equals 0, a2x plus b2y plus c2 equal to 0. Where not clear at all. 1 second. Rehan and continue. I will play. Where സാർ എന്താ ഇതിന്റെ ഒന്നുകൂടെ പറയാമോ? standard form of pair of linear equation two variables is a heading. Below you write the form that I have already written the board. a1 a2 b1 b2 c1 c2 are constants. That is, when we look into the standard form, there are many alphabets. X and y are the only variables. X and y are the only variables.
Okay, right. No, Jojo. Rahan. സാർ ഈ C1 C2 ഒക്കെ അത് എന്താണ് നമ്പേഴ്സ്? ഞാൻ പറയാം എക്സ്പ്ലെയിൻ. ചോക്കോതലി സാർ ഇപ്പൊ AX plus BY is equal to C ആലോ. ഹലോ, അതുപോലെ അവിടെ എങ്ങനെയാ സാർ AX plus BY is equal to 0 എന്ന് പറഞ്ഞേ? അതായത് C1 ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസ് ആവണ്ടേ, അതല്ലേ? That also I will clear. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഡൗട്ട് അതായിരുന്നു. That also I will clear. അപ്പൊ ഈ C1 എന്താണ് C2 എന്താണെന്ന് ഡൗട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് ഇപ്പുറത്തേക്ക് മാറുമ്പോൾ മൈനസ് ആവില്ല, രണ്ടാമത്തെ ഡൗട്ടും വന്നിട്ടുണ്ട്. Both I will clear. Then നാസിയ ചോദിച്ചത് കോൺസ്റ്റന്റ് ഓർ കോഎഫിഷ്യന്റ് അല്ലേ നാസിയെ? They're constants. Okay, what does it mean? ഞാൻ പറയാം കേട്ടോ, what does it mean? ഇതിന്റെ മീനിങ് ഇത്രയുള്ളൂ. First of all, A1 B1 C1 A2 B2 C2, all these are fixed numbers. അതാണ് നമ്മൾ they are constants എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതായത് when we look into this example, you just listen, you look into our case 1. Okay, in case 1 this is our equation. When we look into case 1, the case 1 can also be rewritten as 1x plus 1y equal to 30, 2x plus 2y equal to 60. ശരിയല്ലേ? There A1 is equal to 1, B1 equal to 1, C1 equal to 30, A2 equal to 2, B2 equal to 2, C2 equal to 60. In the second equation, it is A1 is equal to 2. The second equation, A1 is equal to 2, B1 equal to 1, C1 equal to 50, A2 equal to 1, B2 equal to 2, C2 equal to 40. Third one, A1 equal to 1, B1 equal to 1, C1 equal to 30, A2 equal to 2, B2 equal to 2, C2 equal to 50. അതായത് അതിന്റെ ജനറൽ മീനിങ് ഇത്രയേ ഉള്ളൂ. For a particular pair of linear equation in two variables, the coefficients of x, y, and the constant term are taken as A1, B1, C1, A2, B2, C2 respectively. ആ എക്സ്പ്രഷനിൽ വരുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഒരു ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് A1, സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് A2, അതുപോലെ തന്നെ വൈയുടെ കോഎഫിഷ്യന്റ് B1, സെക്കൻഡിലെ വൈയുടെ കോഎഫിഷ്യന്റ് B2, കോൺസ്റ്റന്റ് C1 ആൻഡ് C2. മൂന്നാണെന്ന് ചോദിച്ചു. അതായത് നമ്മുടെ ഇക്വേഷനിൽ വരുന്ന എക്സ് ആൻഡ് വൈയുടെ കോഎഫിഷ്യൻസ് ആണ് A1, B1, C1, A2, B2, C2. സാർ കോഎഫിഷ്യന്റ് ആണോ? എക്സിന്റെ കോഎഫിഷ്യന്റ് A1 B1, വൈയുടെ കോഎഫിഷ്യന്റ് A2 B2. സോറി, എക്സിന്റെ കോഎഫിഷ്യന്റ് A1 A2, വൈയുടെ കോഎഫിഷ്യന്റ് B1 B2, കോൺസ്റ്റന്റ് C1 C2. നമ്മൾ ജനറലി എല്ലാവരും കോൺസ്റ്റന്റ്, ഒരു മിനിറ്റ്, എല്ലാവരും ജനറലി കോൺസ്റ്റന്റ് എന്ന് പറയാൻ കാരണം ആ നമ്പർ ഫിക്സ്ഡ് ആണല്ലോ, വാല്യൂ ഫിക്സ്ഡ് ആണല്ലോ. ഒരു ഇക്വേഷൻ എടുത്താൽ അവിടെ ഒരു A1 വാല്യൂ ഉണ്ട്, B1 വാല്യൂ ഉണ്ട്, C1 ഉണ്ട്, A2 ഉണ്ട്, B2 ഉണ്ട്, C2 ഉണ്ട്. That value is not changing. Okay, alright. ഇനി സെക്കൻഡ് ഡൗട്ട്, നമ്മുടെ മുഹമ്മദ് ഷൗക്കത്തിൽ ചോദിച്ച ഡൗട്ട്, ഈ രണ്ട് എക്സ്പ്രഷൻ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തില് when we take the C1 to the left side, it should become negative, അല്ലേ? അതുപോലെ തന്നെ when you take C2 to the left side, it also should become negative. നെഗറ്റീവ് ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇത് A1x plus B1y plus C1 equal 0, A2x plus B2y plus C2 equal 0 ആണ്. ശരിയല്ലേ? എന്തുകൊണ്ട് പ്ലസ് ആക്കി എഴുതി? എന്റെ മീനിങ്, എന്റെ റീസൺ ഇട്ടുള്ളൂ. ആക്ച്വലി when you take the equation for ഈ ഒരു എക്സാമ്പിൾ എടുക്കുക കേട്ടോ, x plus y equal to 30, 2x plus 2y equal to 50. നമ്മളിവിടെ ആ കോൺസ്റ്റന്റ് ടൈമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് മാറുന്നത്. x plus y minus 30 equal to 0. This one will be 2x plus 2y minus 50 equal to 0. അതിന് ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, നൗ ജനറൽ ഫോം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇതാണ് എക്സ്പ്രഷൻ എങ്കിൽ here we have A1 as 1, B1 as 1, C1 as 30, A2 as 2, B2 as 2, C2 as 50. ശരിയല്ലേ? Now സെക്കൻഡ് ഫോമിലാണ് നമ്മൾ എഴുതിയേക്കുന്നതെങ്കിൽ A1 1, B1 1, C1 എന്തായിരിക്കും? അപ്പോൾ മുഹമ്മദ് ഷൗക്കത്തിൽ ഒന്ന് പറഞ്ഞു ഈ ഫോമിൽ C1 will be -30, A2 will be 2, B2 will be 2,
C2 will be minus 50. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എഴുതുമ്പോൾ പ്ലസ് എന്നുള്ള രീതിയിൽ എഴുതിയതേ ഉള്ളൂ. അതിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവുന്നുള്ള ഇക്വേഷനിൽ വരുമ്പോ മൈനസ് വരുമോ? തീർച്ചയായിട്ടും വരും. എന്താ സംശയം? ഈക്വൽ ടു ഉള്ളത് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മാറ്റി മൈനസ് ആവും. നോ ഡൗട്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ജനറൽ ഫോം എഴുതിയപ്പോൾ a1x plus b1y plus c1 എന്ന ഫോമാറ്റിൽ എഴുതിയതേ ഉള്ളൂ. Okay, anyone? Any more doubt? Anyone regarding this? Anyone? Okay, now listen. നമ്മൾ ചാപ്റ്റർ ഹെഡിങ് എന്താണെന്നും സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നും പഠിച്ചു, ശരിയല്ലേ? Now we are moving into what the chapter actually means. What is the total content of the chapter? Suppose we have a pair of linear equation in this way. A1x plus b1y plus equal to c1, a2x plus b2y equal to c2. In particular, 2x plus 3y equal to some 8, 3x minus 4y equal to 12. Suppose. Okay. Each chapter we will study actually how we can solve this equation and find the value of x and y. Suppose if there is a pair of linear equation, how we can solve it, how we can find the value of variable. This is the chapter. Do you get me? How we can solve the equation? In the equation, we can solve x and y values. Is it clear? In order to find the value, or in order to solve the equation, we have 4 methods. 4 methods. By using any of the 4 methods, we can find the answer. 4 methods answer. Okay, but according to the syllabus, we should study 4 methods. 4 methods. 4 methods we answer. Any method can be applied for any question. 4 methods. 4 methods നമ്മൾ പഠിച്ചിരിക്കും. കാരണം 4 നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് 4 മെത്തേഡ് പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. Do you get me? That is what we are discussing now. അപ്പൊ ഞാൻ അടുത്ത പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ സർ ഫസ്റ്റ് ചാപ്റ്റർ ഡിലീറ്റഡ് ആണോ? അല്ലല്ലോ, ആരാ പറഞ്ഞു? അല്ല, സ്കൂളിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് ഇയറിൽ ഞാൻ പറയാം. സെക്കൻഡ് ചാപ്റ്റർ പറയടാ, ലാസ്റ്റ് ഇയറിലെ ടേം 1 ടേം 2 സിലബസ് ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ. ഐ ഹോപ്പ് യു റിമെമ്പർ. അല്ലെ, നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഇപ്പൊ 10th എക്സാം എഴുതി ടേം 1 എക്സാം എഴുതി, ഇനി ടേം 2 ഉണ്ട്, ശരിയല്ലേ? ഈ ടേം 1 ടേം 2 ബിക്കോസ് ഓഫ് ദിസ് കൊറോണ മെനി അക്കാഡമിക് ഡേയ്സ് പോയത് കൊണ്ട് ഡിലീഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ 9th ഡിലീഷൻ ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ നിങ്ങളുടെ 10th ബാച്ചിലേക്ക് വരുമ്പോൾ ഡിലീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ CBSE ഔട്ട് ചെയ്തിട്ടില്ല. ഉണ്ടാവാനുള്ള ചാൻസും ഇല്ല വേറെ. കാരണം അവർക്ക് ഡിലീഷൻ ഉണ്ടാവാൻ കാരണം മെനി വർക്കിംഗ് ഡേയ്സ് വെർ ലോസ്റ്റ് ബിക്കോസ് ഓഫ് കൊറോണ. അവർക്ക് മിനിമം വർക്കിംഗ് ഡേയ്സ് കിട്ടുള്ളൂ. അപ്പൊ ആ മിനിമം വർക്കിംഗ് ഡേയ്സിൽ പോർഷൻ തീരില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇപ്പോ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സൈസ് ഡിലീറ്റഡ് ആയിരുന്നു, ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് എക്സൈസ് ഡിലീറ്റഡ് ആയിരുന്നു. അങ്ങനെ കുറെ സമയം അവർക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂളിലിപ്പോ സെക്കൻഡ് ചാപ്റ്ററിന്റെ സാറ് പഠിപ്പിച്ച എക്സസൈസ് പഠിപ്പിച്ചില്ല, ഡിവിഷൻ അൽഗോരിതം പഠിപ്പിച്ചിട്ടില്ല അല്ലെ? ഇല്ല. അതിന്റെ റീസൺ ഞാൻ പറയുന്നത് ലാസ്റ്റ് ഇയറിലെ സിലബസ് അനുസരിച്ച് ടോപ്പിക്കിലില്ല. ഈ ഇയറിലെ സിലബസ് ഇതുവരെ CBSE ഔട്ട് ചെയ്തിട്ടില്ല. അതാണ് എന്റെ റീസൺ. ഓക്കെ, നമുക്ക് ഡീൽ ചെയ്യാം, സിലബസ് ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ടോട്ടൽ ലേ ഔട്ട് ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങില് അങ്ങനെ ഒരു സെക്കൻഡ്, നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങില് വി ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ. അത് നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു സോൾവ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. എനിക്ക് എഴുതാൻ നല്ല മടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്ന. ഒരു കാരണവശാൽ നിങ്ങളുടെ ബുക്കിൽ PLE എന്ന് കണ്ടേക്കുന്നത്. ഓക്കെ, ഇത് എന്റെ കൺവീനിയൻസ് ഞാൻ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ എഴുതാനേ പാടില്ല. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ആസ് ഐ സെഡ് പറഞ്ഞെഴുതാം. ആസ് ഐ സെഡ് നമുക്ക് ഇവിടെ 4 മെത്തേഡ്സ് ഉണ്ട്. ബട്ട് ദ 4 മെത്തേഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 ഹെഡിങ്സ്. One method is called a graphical method. ഒരു മെത്തേഡിന്റെ പേര് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നാണ്. There we will solve the equation by drawing the graph. X axis, Y axis, etc. ഗ്രാഫ് വരച്ച് നമ്മൾ സോൾവ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. Second method is called algebraic method. In algebraic methods, we have 3 cases. First one is called
substitution method. Substitution. Second one is called elimination method. And third one is called cross multiplication method. In total, a pair of linear equation can be solved by using any one of these four methods. These are the methods. All methods, there is a working rule, there is a procedure. On division algorithm, there was a procedure. The highest power of the dividend is used and the highest power of divisor is used. We divide it, multiply it, we will write it again, we will subtract. There is a procedure. Like that, here also for graphical method, there is a procedure. For elimination method, there is a procedure. For substitution method, there is a procedure. Procedure. Okay. Clear or no, everyone? In 4 methods, just a method introduce method discussion that we will conduct. After all these, then we have another topic called reducible equation. Linear equation convert in a category reducible equation. And after all this, the get to maybe idea. Equation. Suppose 2x plus 3y equal to 8. 4x minus 2y equal to 9. Suppose, as an example. Now, equation. Equation is clear now? And the find the value of x and y. And the it belongs to this category. How to solve pair of linear equation, two variables. With the help of, when we study the 4 different methods, with the help of any one of these methods, we can solve and find the answer. Am I right? We have a method we can answer. Sometimes question Ramu and Raju went to a shop. Ramu purchased 2 mango and 4 apple. The price was this one. Then the second one purchased this much mango and this much apple. The price was this one. What is the price of mango and apple? The difference between the age of Ramu and his father 4 years before was 8. After 10 years, the sum of their age will be 25. What is the age of Ramu and his father? A bus and bike are traveling through the road. When the bus and bike travel at a particular speed, they will reach the destination in this much time. When the bus increases the speed by 10 km per hour and bike decreases the speed by 5 km per hour, both will reach the destination in this time. What will be the speed of bus and bike? Questions are good. Okay. And those questions, we give a general name for that. Do you remember? General name for that. Questions. Anyone remember that name? What is it, Bhima? Bhima. Word problem. Word problem. Word problem. We call it as word problem. So, in chapter, we last discuss the word problems. That equation will not be given. Instead of the equation, a situation will be given. From that situation, we should formulate the equation. From the given situation, we should find out the equation. Once the equation is obtained, we can solve it by using the 4 different methods that we studied, that we are going to study. Do you get me, everyone? So this is the total layout of the chapter. Once we exercise we pattern follow. In every exercise, there will be questions which are given as passage. At the same time, there will be a question where direct equation is given. Fast. Everyone, you take. Sir. X2 There is one page, page number 49. There is exercise 3.2. Have you seen it? Everyone? Exercise 3.2. So in that exercise, when you look into the exercise, first question is a passage. In the first question, there are 2 subcases.
10 students of class 10 took part in mathematics quiz. Number of girls is 4 more than number of boys. Number of boys and girls who took part in the quiz we should find out. 5 pencil and 7 pen together costs rupees 50. 7 pencil and 5 pen together costs rupees 46. Find the cost of pen and pencil like that. Like in 2, 3 and 4 equations are directly given. Am I right? Then again, when we move into 6, 5, 6 and 7, equation. Now, when we move forward, when you look into page number 53, in page number 53, take it, page number 53. In page 53, there is question number 1, where direct equations are given. Direct equations are given. Also, there is question number 2, 3, etc. further. In 2, 3, x2 2 special case on m in value. Question number 3. 3 contains 6 sub-cases. All of them are word problem. All of them are word problem. Contains 6 questions. 5 years ago, 5 years hence, age of Jacob will be 3 times age of his son. 5 years ago, Jacob's age was 7 times that of his son. What are their percentages? So, when we move into the exercise or when we move into the topic, right now we will not handle the word. Word problem. In every exercise, we will skip the word problem right now. First, we will study how we can solve. These 4 methods. And we will try the exercise questions where the equations are directly given. Do you get me, everyone? That's what we first discussing. After that, when we complete or when we get used with the 4 different methods, 4 different methods, we will try the problem. Otherwise, you will have confusion. Word problem is confusion. Once we have 4 methods, equation will solve and after that, we will try the word problem. So that is how we will discuss the chapter. That is how we will discuss with the chapter. Parna. സാറേ ഇപ്പൊ ഈ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്സ് എല്ലാം ചെയ്യണോ? ഏത് പ്രോബ്ലം ചെയ്യാനാടാ? ഒരു പ്രോബ്ലം സാർ തരുവാണെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റെപ്പും ചെയ്യണോ? ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയാൽ we can solve it either by the method of elimination or by the method of substitution or by graphical method or by cross multiplication. That is our choice. അത് നമ്മുടെ ഇഷ്ടം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയും ട്രൈ അല്ലെങ്കിൽ സോൾവ് ദ ഗിവൻ ക്വസ്റ്റ്യൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്, സോൾവ് ദ ഗിവൻ ക്വസ്റ്റ്യൻ ബൈ എലിമിനേഷൻ മെത്തേഡ്. നമ്മൾ ആ മെത്തേഡ് കൂടെ തന്നെ ചെയ്യണം. മനു പറഞ്ഞോ മനു. സാർ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോ ബാർ ഗ്രാഫ് ലൈൻ ഗ്രാഫ് പോലത്തെയാണ്. അത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ നാളെ പഠിക്കും. അത് ഞാൻ പറയാം. Okay, so for tomorrow, one thing I should remember use one thing. Necessary and sufficient you should have a scale and a pencil. This must. Freehand and graph again sammadikilla. I will not permit you to draw the graph in freehand by using pen. Sammadikilla. Graph namukku krithyamayitte ikkana axis varaykkanam. For the graph we need axis like this. Appo nere freehand il ikkana oru vara I will not permit. Also, we should mark the numbers in equal distance. Scale so scale and pencil is must for tomorrow. Strict scale and pencil use margin but from tomorrow onwards, scale and pencil. Clear now, everyone? Okay, now Andu sir will join from the office number. Deliver a message after you can. Okay. Okay, then thank you. Have a nice day. Let's meet on tomorrow. Anandu, please. Thank you, sir. Thank you, sir. Thank you, sir. Very good evening. Good evening, sir. Good evening, sir. Good evening. Sir,